ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ടു കോയിൻ ഫോർജ്. ഒരുപാട് വീഡിയോകളായി ഈ ഒരു ചാനലിലൂടെ കോയിൻ ഫോർജുമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പലപ്പോഴും പലർക്കും വരുന്നൊരു സംശയമാണ്, കോയിൻ ഫോർജ് നല്ലതാണ്, അതേപോലെ തന്നെ ഇത്ര നാളും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള സമ്പാദ്യത്തിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ വരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. സ്റ്റിൽ ഉള്ളിൽ കിടക്കുന്ന ഒരു പേടി, ഈ ഒരു എന്താ പറയുക, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പലർക്കും കോയിൻ ഫോർജിനെ. ഒരുപാട് പേര് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ കുറേ പേര് പേടി കൊണ്ട് മാത്രം, അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ലാതെയല്ല, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ നല്ലൊരു വരുമാനത്തിലേക്ക് എത്തണം എന്ന ആഗ്രഹമില്ലാതെയല്ല, പക്ഷെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു പേടി. ഞാൻ പല വീഡിയോസിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കോയിൻ ഫോർജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആ ഒരു പേടിയുടെ ആവശ്യമില്ല എന്നുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതായത് ഞാൻ ഏത് സമയത്താണ് കോയിൻ ഫോർജ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറിയെന്നുള്ളത് നമുക്ക് പലർക്കും, നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ. അത് പറയുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായി പോകും. കാരണം ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്താണ്, അതുപോലെ തന്നെ ഒന്നോ രണ്ടോ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വന്ന സമയത്ത് നമുക്കെല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും. അതായത് ഒരു ദിവസം നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉറക്കമൊന്നും വരില്ല, അത് ആദ്യത്തെ കാര്യം. പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇനി നേരം വെളുക്കല്ലേ എന്ന്. കാരണം നേരം വെളുത്താൽ പ്രശ്നങ്ങളിലേക്കാണ് ഇറങ്ങുന്നത്, അതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ കോയിൻ ഫോർജ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഇപ്പോൾ മടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ കോയിൻ ഫോർജിൻ്റെ ഭാഗമാകാനായിട്ട് മടിച്ചു നിൽക്കുന്ന പല വ്യക്തികളെയും പോലെ തന്നെ ഞാനും പുറകോട്ടാണ് പോയത്. കാരണം നമുക്ക് കേട്ടുപരിചയമുള്ളത് മുഴുവൻ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കോയിൻ ഫോർജിലേക്ക് ഞാനും എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ഞാൻ കോയിൻ ഫോർജ് ഏറ്റെടുത്തിട്ടില്ല. പിന്നീട് ഇതുപോലെ പലരുടെയും സ്റ്റാറ്റസുകളൊക്കെ കണ്ട് അവരെയും നെഗറ്റീവ് ആക്കിയിട്ടുള്ള ഞാൻ അതായത് അവരെയും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കൊന്നും വേറെ എന്താ പറയുക, ഭ്രാന്തില്ലേ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അതിലൊരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, ലിജിത്തെ, നീ ഇതിൻ്റെ ബിസിനസ് പ്ലാൻ കേട്ടിട്ടുണ്ടോ, എന്താണ് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ തിരിച്ചെൻ്റെ അടുത്ത് കോയിൻ ഫോർജ് എന്താണ് എന്ന് അവരോട് പറഞ്ഞു തരും, നീ മനസ്സിലാക്കി തിരിച്ച് പറയാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടത്. കാരണം എനിക്കറിയില്ല കോയിൻ ഫോർജ് എന്താണെന്ന്, ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്, നിന്നെ ആരാണോ കോണ്ടാക്റ്റ് ചെയ്തത് ആ വ്യക്തിയെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യാം, പ്ലാൻ കേൾക്കുക, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ചെയ്യണ്ട, നിനക്ക് സെക്യൂർഡ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ചെയ്യണ്ട, പക്ഷെ നീ കേട്ട് നോക്കും, മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പറയൂ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. ഇമ്മീഡിയറ്റ്ലി ഞാൻ അതിനു മുൻപ് എന്നെ കോണ്ടാക്റ്റ് ചെയ്ത വ്യക്തിയെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്തു. പ്ലാൻ എന്താണ്, പ്രൊജക്റ്റ് എന്താണെന്ന് കേട്ടു, സ്മാർട്ട് കോൺട്രാക്റ്റ് വെരിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്തു. കാരണം കുറച്ച് ഏകദേശം 2020 മുതൽ ക്രിപ്റ്റോ മേഖലയിലും അതുപോലെ തന്നെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ എനിക്കത് ചെക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡീസെൻട്രലൈസ്ഡ് ആണോ, വെരിഫൈഡ് കോൺട്രാക്റ്റ് ആണോ, ഇതെല്ലാം അത് ഉറപ്പിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് വെച്ചിട്ടില്ല. കാരണം അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കിത്. നമുക്കറിയാലോ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല, ഒരു സുഹൃത്തുക്കളുണ്ടാവില്ല, ബന്ധുക്കളുണ്ടാവില്ല, വീട്ടുകാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമായിരിക്കും. വളരെ അപൂർവം ചിലർക്ക് മാത്രമാണ് സ്വന്തം ഫാമിലി കൂടെ നിൽക്കുക. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊരു വ്യക്തി പോലും എൻ്റെ കൂടെ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്ന കാലമാണ്. കാരണം നമ്മുടെ കയ്യിൽ കാശില്ല, അത് അവർക്കറിയാം. പക്ഷെ കോയിൻ ഫോർജിലേക്ക് വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ റിയാലിറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ഒരു വീഡിയോയിലാണെങ്കിൽ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോസിലെല്ലാം എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല.
കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസും ഞാൻ കോയിൻ ഫോർജിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ള കാലഘട്ടങ്ങളിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. അതേപോലെ ഞാൻ പറയുന്നത് എനിക്ക് ആവശ്യം, എൻ്റെ ടീമിലേക്ക് ആവശ്യം, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകത്തിന് ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് മടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരാൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനോ ഒരു നല്ല ജോലി വാങ്ങിക്കൊടുക്കാനോ നിങ്ങൾക്ക് കഴിയുന്ന അവസ്ഥയിലായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ അറിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട്സിൽ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു ചാരിറ്റി പോലെ ആയിരിക്കും നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം. അവർ ഡിസ്കസ് ചെയ്യട്ടെ, അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ ഏറ്റെടുക്കട്ടെ. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആവശ്യമുണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കട്ടെ, നമ്മുടെ കൂടെ നിൽക്കട്ടെ, അവരെ നമ്മൾ രക്ഷപ്പെടുത്തും. നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിലാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ വാ. കാരണം എനിക്കും അങ്ങനത്തെയാണ്. ഞാൻ എല്ലാവരും പറയുന്നത്, നിങ്ങൾക്ക് ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാളെ നേരം വെളുക്കല്ലേ എന്നൊരു ചിന്തയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത വരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്. എനിക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കാരണം ആ ഒരു അവസ്ഥയിൽ നിന്ന് കയറി വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഇതിൽ നമ്മളൊരു ഇൻവെസ്റ്റർ എന്നുള്ളൊരു കാറ്റഗറിയിൽ ഒരാൾ ഞാൻ താല്പര്യപ്പെടുന്നില്ല പേഴ്സണലി. കാരണം ഇപ്പം നമ്മൾ കുറേ ഫണ്ട് കമ്പനികൾ കണ്ടിട്ടുണ്ടാവും. ഡെയിലി ഇത്ര പെർസെൻറ്റേജ് ROI തരാം, അല്ലെങ്കിൽ മന്ത്ലി ഇത്ര പെർസെൻറ്റേജ് ROI തരാം, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് നമ്മുടെ ഫണ്ട് ഡബിൾ ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്കാമുകളും ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ കേട്ടിട്ടുണ്ടാവും. അതിൽ മെജോറിറ്റി ഒരു എബവ് 98% സ്കാമായി പോയിട്ടുണ്ട്. ഇതിലാണെങ്കിലും പണം സമ്പാദിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആ ഒരു പ്രൊജക്റ്റ് മാർക്കറ്റ് ചെയ്തവർ തന്നെയായിരിക്കും. അതായത് അതിലെ ബിസിനസ് അവസരം, അല്ലെങ്കിൽ അവർ നമുക്ക് നമ്മുടെ പണത്തിലല്ലാതെ, അത് മാത്രമല്ലാതെ എക്സ്ട്രാ വരുമാനം നേടാൻ കിട്ടുന്ന അവസരമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അത് ചെയ്തവർ തന്നെയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം റെഫർ ചെയ്യാൻ മടിക്കുന്നവർ പോകുന്ന ഒരു മേഖലയാണ്. ഞാൻ കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നോർമലി ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലും കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. മടി, വേറെ ഒന്നുമല്ല. നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, നല്ല മാർഗം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ ഏതോ ഒരു ശക്തിയെ വിളിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു ശക്തിക്ക് സാമ്പത്തിക പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു ശക്തി, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് ആ ഒരു ശക്തിക്ക് നിങ്ങളുടെ മുൻപിൽ ചാക്കുകെട്ടിൽ പണം കൊണ്ടുവയ്ക്കാനുള്ള കഴിവൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ വെച്ച് തരില്ല. ആ ശക്തി നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ തരുന്നുണ്ടായിരിക്കും. ആ അവസരം മനസ്സിലാക്കുക എന്നുള്ളതും, നല്ല അവസരം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ കൂടുതൽ ആ ശക്തിക്ക് ഒന്നും ചെയ്തു തരാനില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പ്രാർത്ഥനകളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കോയിൻ ഫോർജ് എന്താണെന്നൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഇനി ഇതിൻ്റെ ടോക്കണോമിക്സും കാര്യങ്ങളൊക്കെ റിലീസായിട്ടുണ്ട്. ഒരുപാട് വലിയ നേട്ടങ്ങളിലേക്കാണ് കോയിൻ ഫോർജ് പോകാൻ പോകുന്നത്. കോയിൻ ഫോർജിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ വ്യക്തികളും പോകാൻ പോകുന്നത് അധികം താമസിയാതെ തന്നെ. അപ്പോൾ ഇനിയും സമയം കളയരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റായിട്ട് കൂട്ടിക്കോളൂ. കാരണം പ്രശ്നങ്ങളുള്ളവരോടത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ കയറി വന്നോളൂ, രക്ഷപ്പെടും എന്നുള്ളത്. പിന്നെ പ്രശ്നങ്ങളില്ലാത്തവരടുത്ത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കയറി വാ. നിങ്ങൾ ആ പ്രശ്നങ്ങൾ നമുക്കിവിടെ നിന്ന് മാറ്റിയെടുക്കാം. മടി പാടില്ല എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ സാമ്പത്തിക പ്രശ്നം മാറ്റാനായിട്ട് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു മടിയില്ലെങ്കിൽ ജെന്യുവിനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പല വീഡിയോസായിട്ടും പലരും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ മാത്രമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ജെന്യുവിനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കാശ് ഉണ്ടാക്കിയിട്ടുള്ളവർ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വരുമാനം നേടിയിട്ടുള്ളവരൊക്കെ ഉള്ളിലൊരു ബിസിനസ് മൈൻഡ് ഉള്ളവർ തന്നെയാണ്. അതല്ല, ആ ഒരു മൈൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കണോ, നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾക്ക് പേടി കൂടാതെ നാളെ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റും. കോയിൻ ഫോർജിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കാണെങ്കിലും നാളെ അതിൻ്റെ പേരിൽ കോയിൻ ഫോർജ് നിങ്ങളൊരു വ്യക്തിക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയായി ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരില്ല. നിങ്ങൾക്കും ഒരു അവസരമാണ്,
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റാണ് കോയിൻ ഫോർജ്. അപ്പോൾ അത് ഷെയർ ചെയ്യുക. ഒരു വലിയ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നമ്മൾ കൂടി ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കും, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് മാറാനായിട്ടാണ് കോയിൻ ഫോർജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക തന്നെയാണ്, മടിച്ചു നിൽക്കുന്നവരെ ഇൻവൈറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഇത്രയും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, റിസ്ക് ഇല്ലാതെ, ഒരു തരത്തിലുള്ള പേടിയും ഇല്ലാതെ, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്, നാളെ നേരം വെളുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രി കെടുക്കാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ സമയം കളയാതെ കോയിൻ ഫോർജുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ആരാണോ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുക, അവസരം മനസ്സിലാക്കുക, ഏറ്റെടുക്കുക, ഒരുമിച്ച് കൂടെ നിൽക്കുക, രക്ഷപ്പെടുക. നമുക്കും നമ്മുടെ ഫാമിലിക്കും നല്ല നല്ല എന്താ പറയുക ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും. സോ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും, കോയിൻ ഫോർജിൻ്റെ ഭാഗമാകാത്ത എല്ലാവരെയും കോയിൻ ഫോർജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനി ഭാഗമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഡബിൾ മൈൻഡ്, ഒരു ഡൗട്ടോട് കൂടി നിൽക്കുന്നവരാണെങ്കിൽ ആ ഡൗട്ടൊക്കെ കളഞ്ഞ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് നല്ല രീതിയിൽ സമ്പാദിക്കുക എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.